ഗുരുകുല മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ചാനലായ GMAGയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ എല്ലാവരും പരീക്ഷാ ചൂടിലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടില് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും രണ്ടാമത്തെ പാർട്ടില് സബ്ജക്ട് വൈസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. പരീക്ഷ ഏതു തന്നെയായാലും കൃത്യസമയത്ത് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം. ഇത് അനാവശ്യമായിട്ടുള്ള ധൃതി ഒഴിവാക്കാനായി നമ്മെ സഹായിക്കും. ഓരോ പരീക്ഷയ്ക്കും കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. എന്നാൽ വളരെ ലാഘവത്തോടു കൂടി പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള ടെൻഷനും ആകുലതകളും ഒഴിവാക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പരീക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് പേന, പെൻസില്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, കാൽക്കുലേറ്റർ, അതുപോലെ വാച്ച്, അനുവദിക്കുന്ന പരീക്ഷകളാണെങ്കിൽ വാച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് പരീക്ഷയ്ക്ക് മുന്നേ നമ്മളന്ന് ചെക്ക് ചെയ്യണം. മാത്രമല്ല, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാൾ ടിക്കറ്റ്. ഹാൾ ടിക്കറ്റ് മറക്കാതെ കയ്യിൽ കരുതണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമുക്ക് ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അതിൽ രജിസ്റ്റർ നമ്പർ, അതുപോലെ സബ്ജക്ട് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഓവറായിട്ടുള്ള ആങ്സൈറ്റി മൂലം നമ്മൾ എന്ത് ചെയ്യും, അതിൽ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ അതിന് തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്റ്റർ നമ്പർ അവസാനം എഴുതുന്നതാണ് അതിൽ ഉത്തമമായിട്ടുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള കൂൾ ഓഫ് ടൈം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. ആ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കണം. ഓരോ ചോദ്യത്തിനും അനുവദിച്ചിട്ടുള്ള മാർക്ക് എത്രയാണെന്നും അതിനനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ ഉത്തരം വളരെ സ്പഷ്ടവും സമഗ്രവുമായിരിക്കണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. അപ്പൊ കാറ്റഗറൈസ് ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ മാനേജബിൾ ആയിട്ടുള്ളത്, പിന്നെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യാം. അതായത് അത് എഴുതി കഴിഞ്ഞ് വരുമ്പോൾ എന്താണ് മാനേജബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ആലോചിച്ചിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. പിന്നെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. അതായത് ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇത്രയും എനിക്ക് എഴുതാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് സമയം എടുത്തിട്ടായാലും നമുക്കത് നന്നായി ഒബ്സർവ് ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയകൃത്യത പാലിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ കൃത്യസമയത്ത് വന്നതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് ഓരോ ചോദ്യത്തിനും അനുവദിച്ചിട്ടുള്ള ഒരു സമയം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കണ്ണ് എപ്പോഴും വാച്ചിലായിരിക്കണം. പറഞ്ഞാൽ എന്താണ്, എപ്പോഴും സമയം ഓരോന്നിനും ഓരോ ചോദ്യത്തിനും ആവശ്യമായിട്ടുള്ള സമയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൽ കൂടുതലാവുന്നുണ്ടോ എന്നുള്ള കാര്യം, പിന്നെ എത്ര സമയം ബാലൻസ് ഉണ്ട് നമുക്ക് എഴുതാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിയിട്ട് തിട്ടപ്പെടുത്തേണ്ടതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് സമയം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. മാത്രമല്ല, വാച്ച് അനുവദിക്കുന്ന പരീക്ഷകളാണെങ്കിൽ വാച്ച് കരുത്, അല്ലെങ്കിൽ ഈ എന്താ പറയാ സമയത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ബെല്ലുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ടൈം വേസ്റ്റേജ് ഒഴിവാക്കാം. പിന്നെ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കുറെ സമയം ചെലവഴിക്കാം. അതായത് മാർക്ക് നോക്കിയിട്ടല്ല, ഇപ്പൊ ഓരോ ചോദ്യത്തിനും നമുക്ക് മാർക്കിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അത് ഡിഫിക്കൽട്ട് ആണെന്ന് കരുതി നമുക്ക് ഒരുപാട് സമയം
അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സമയകൃത്യത പാലിക്കുക എന്നത് എക്സാം കൃത്യസമയത്ത് പരീക്ഷ അവസാനിപ്പിക്കാനായിട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സമയകൃത്യത പാലിക്കാനായിട്ട് നമുക്ക് ഈസി ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാം. അതായത് കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് എന്താണ് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ആകുമ്പോൾ അതിനിടയിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സാം എഴുതുകയാണെങ്കിൽ ഒരു ടൈം വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്തത് പറയുന്നത് വേർഡ് കൗണ്ട് ആണ്. അതായത് ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 100 വാക്കിൽ കവിയാതെ 200 വാക്കിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പൊ അനാവശ്യമായിട്ടുള്ള വലിച്ചു നീട്ടല് ഒഴിവാക്കി പറഞ്ഞ അതിനുള്ളിൽ, അതായത് പറഞ്ഞ വേർഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 100 വാക്കാണെങ്കിൽ 100 വാക്കിൽ കവിയാതെ തന്നെ ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ വലിച്ചു നീട്ടി ടൈം വേസ്റ്റേജ് ഉണ്ടാക്കരുത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ട് ഉത്തരം എഴുതുക എന്നതാണ്. അപ്പോൾ ഓരോ വേർഡ്സിനിടയിലും സ്പേസ് വിടാനും അതുപോലെ പങ്ക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വൃത്തിയായി ഉത്തരം എഴുതാനായിട്ട്, ആൻസർ ഷീറ്റ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സംസാര ഭാഷ എന്ന് പറയുന്നത് എഴുത്ത് ഭാഷയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. ഇപ്പോൾ എല്ലാവരും മൊബൈലും എല്ലാം ഉപയോഗിക്കുന്നത് കാരണം SMS ലാംഗ്വേജും കടന്നു വരാറുണ്ട്. അപ്പോൾ ഇത് എക്സാം പേപ്പറിൽ അത് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് സംസാര ഭാഷ ഒഴിവാക്കുക, എഴുത്ത് ഭാഷ ശ്രദ്ധിച്ച് എഴുതുക, മാത്രമല്ല SMS ലാംഗ്വേജും ഒഴിവാക്കുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ആണ്. അതായത് നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശരിയാണോ എന്നുള്ളത് റിവൈസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ അതിൽ ബാലൻസ് വെക്കണം. നമുക്ക് തന്നിട്ടുള്ള അനുവദിച്ചിട്ടുള്ള സമയത്തിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് മാറ്റിവെക്കണം. അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാനായിട്ട് വളരെ മടിയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരാവുന്ന തെറ്റുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ, ടിപ്പുകളും കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സബ്ജക്റ്റ് നന്നായി പഠിച്ചതിന് ശേഷം എക്സാമിനേഷന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ മാന്യപ്രേക്ഷകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.